നമ്മൾ ഈ ബോംബിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ബോംബ് എറിയണം അല്ലേ? പക്ഷേ ഇപ്പോൾ ഇന്ത്യ പുതിയൊരു തരം ബോംബ് കണ്ടുപിടിച്ചിരിക്കുന്നു. ബോംബ് തന്നെത്താൻ പറന്നു ചെല്ലും, ചിറകുള്ള ബോംബുകൾ. സിനിമയിലൊക്കെ ഇട്ടിട്ടുണ്ട് ബോംബ് പറന്നു വന്ന് പൊട്ടിത്തെറിക്കുന്നത്. അത്തരം ബോംബുകൾ ഇന്ത്യ നിർമ്മിക്കുന്നു. ഈ നാളെ ഇന്ത്യ അത് നിർമ്മിച്ച് ലോകരാജ്യങ്ങൾക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്യും അല്ലേ? വൻ ശക്തികൾക്ക് ഈ ഗ്ലൈഡഡ് ബോംബുകളുണ്ട്. വൻ ശക്തികൾക്ക് നമ്മളും ഏതാണ്ട് അതിലേക്കൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസമാണ് മറ്റേ ഈ ലേസർ ബീം സ്റ്റാർ വാറിലൊക്കെ കാണുന്ന, നമ്മൾ വളരെ വിശദമായൊരു വീഡിയോ സൂര്യ എന്നുള്ള പ്രൊജക്റ്റിനെ കുറിച്ച് ചെയ്തിരുന്നു. ഇപ്പോൾ 3 കിലോ വാട്ടുള്ള ലേസർ ബീം നമ്മൾ പരീക്ഷിച്ചു. ഒരു ഡ്രോൺ അതുകൊണ്ട് ലേസർ രശ്മി അയച്ച് മിനിഞ്ഞാന്ന് ആന്ധ്രയിൽ വെച്ച് നടത്തിയ പരീക്ഷണത്തിൽ നമ്മൾ വിജയകരമായി പരീക്ഷിച്ചു. അതെ, നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ ഭൂഗർഭ വ്യോമതാവളത്തിനെ പറ്റിയും സംസാരിച്ചിരുന്നു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഏറ്റവും പുതിയ വാർത്തയാണിത്. ഒരു രാജ്യം വളരെ വലിയ ശക്തിയാകണമെന്നുണ്ടെങ്കിൽ ആയുധങ്ങളൊക്കെ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളാകേണ്ടതുണ്ട്. അതാണല്ലോ ഈ 1 ലക്ഷം കോടി എന്നൊക്കെ പറഞ്ഞ സംഖ്യയിലൊക്കെ വന്ന് നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ലക്ഷ്യത്തിൽ നിന്ന് ദൂരെ വിമാനത്തിൽ നിന്ന് ഇത് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇത് പറന്ന് ലക്ഷ്യത്തിലേക്ക് ഗ്ലൈഡഡ് ആൻഡ് ഗൈഡഡ് ആണ്. ഗൈഡഡ് ബോംബുകളുമാണ്. കാരണം അതിനുള്ള സംവിധാനം അതിൻ്റെ അകത്തുണ്ട്, ഡാറ്റയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇന്നിടത്താണ് പോകേണ്ടത്. അപ്പൊ എവിടെയെങ്കിലും ഇറക്കി വിട്ടാൽ കുറച്ച് ദൂരം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ചെയ്തിട്ട്. നമ്മൾ ബാലക്കോട്ടൊക്കെ ഈ താവളങ്ങൾ ആക്രമിക്കുമ്പോൾ ഇസ്രയേലിന്റെ ബോംബുകളാണ് നമുക്ക് വേണ്ടി വരുന്നത്. ഇസ്രയേലിന്റെ സംവിധാനങ്ങളൊക്കെ വേണ്ടി വന്നിരുന്നു. ഇപ്പൊ ഇസ്രയേൽ ഗാസയിൽ നമ്മുടെ ബോംബുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് എയറോ ഡൈനാമിക്സ് ഫീച്ചേഴ്സ് ഈ ബോംബുകളിലുണ്ട്. അപ്പോൾ ഈ മാസം ആദ്യം ആണ് ഇത് 2 എണ്ണം നമ്മൾ പരീക്ഷിച്ചത്, വിജയകരമായിരുന്നു. അത് 2 എണ്ണം എന്ന് പറഞ്ഞത് ആദ്യത്തേത് ലോങ് റേഞ്ച് ആണ്, ഗ്ലൈഡഡ് ബോംബ്. അതിന്റെ പേര് ഗൗരവ്. ഇത് ഗൗരവത്തോടെ പോയി പൊട്ടുക. ഏപ്രിൽ 8 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലാണ് പരീക്ഷിച്ചത്. ഇതൊക്കെയാണ് ഈ മുഖ്യധാര മാധ്യമങ്ങളിൽ വരാത്തത്. ഇന്ത്യ വൻശക്തിയാകുന്ന ഒരു വാർത്തയും കൊടുക്കില്ല. ഏപ്രിൽ 8 മുതൽ 10 വരെ ഇത് ചെയ്തത് സുഖോയ് Su-30 യുദ്ധവിമാനത്തിൽ നിന്നാണ് ഈ ബോംബിനെ ഇറക്കി വിട്ട് ലക്ഷ്യം സാധിക്കുമോ എന്ന് പരീക്ഷിച്ചത്. 1000 കിലോ ആണ് ഒരെണ്ണത്തിന്റെ ഭാരം. അത് ചില്ലറ സാധനമല്ല, നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറയുന്ന പോലെയാണ്. മറ്റേ DRDO റിസർച്ച് സെന്റർ, എറാത്ത് ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് ചന്ദിപ്പൂർ, ഇങ്ങനെ സംയുക്തമായിട്ടാണ് ഈ ബോംബ് കൈകാര്യം ചെയ്ത് ഈ ഡെവലപ്പ് ചെയ്ത് എടുത്തത്. 100 കിലോമീറ്റർ റേഞ്ചിൽ കൃത്യതയോടുകൂടി പ്രവർത്തിക്കും. ഒരു ദ്വീപിലെ ലക്ഷ്യമാണ് ഇത്തവണ തകർത്തത് എന്ന് വാർത്തകളിൽ പറഞ്ഞിട്ടുണ്ട്. രാജ്നാഥ് സിംഗ്, DRDO ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്ത് അവരൊക്കെ സാക്ഷികളായിരുന്നു ഇതിന്. 2ാമത്തെ ബോംബ് ലൈറ്റ് വെയ്റ്റ്, അത് പ്രിസിഷൻ ഗ്ലൈഡഡ് ബോംബ്. ശത്രുവിൻ്റെ വ്യോമതാവളങ്ങൾ, റൺവേ, നിലവറകൾ അതൊക്കെ തകർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. 100 കിലോമീറ്റർ, 125 കിലോ. മറ്റേത് 1000, ഇത് 125. ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസേഴ്സ് ഇതിനുണ്ട്. സ്മാർട്ട് ആൻറ്റി എയർക്രാഫ്റ്റ് വെപ്പൺ എന്നാണ് ഇതിന് പറയുന്നത്, സോ എന്ന് പറയുന്നത്. സ്മാർട്ട് ആൻറ്റി എയർഫീൽഡ് വെപ്പൺ, ജാഗ്വാർ Su-30 അതിൽ ഇത് കൊണ്ടുപോകാം. ഇനി ഇത് റഫേലിലേക്കും തേജസിലേക്കും കൂടി കൊണ്ടുപോകാവുന്ന വിധത്തിൽ ആ വിമാനങ്ങളും കൂടി എക്യുപ്പ് ചെയ്യും. ആ പരിപാടി നടക്കുന്നു. 3 പരീക്ഷണങ്ങൾ നടന്നു. റേഞ്ച് നോക്കണം, ഈ റിലീസിങ് കണ്ടീഷൻസ് അത് നോക്കണം. ഈ ചെറുത് 125 കിലോ ഉടനെ തന്നെ നമ്മൾ വ്യോമസേനയിലേക്ക് സേവനത്തിന് എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിമാനത്തിൽ നിന്ന് അയക്കുമ്പോൾ ഇതിന് ചിറകുകളുണ്ടല്ലോ, അതനുസരിച്ച് ഇത് പറന്നോളും. ഈ ചിറകുകൾ ഉപയോഗിച്ച് ലക്ഷ്യത്തിലേക്ക് ഗ്ലൈഡ് ചെയ്ത് പോകാം.
അങ്ങനെ പോകാം. GPS, ഇനർഷ്യൽ നാവിഗേഷൻ, ലേസർ ഹോമിങ്, ഇതൊക്കെ ഇതിലുണ്ട്. കൃത്യത, അതായത് ഒരു കോട്ട പോലെ സംരക്ഷിച്ച സ്ഥലങ്ങളും കൂടി വെടിപ്പാക്കിയിട്ട് വരാൻ പറ്റും. പിന്നെ 1000 കിലോ ഒക്കെ എന്ന് പറഞ്ഞാൽ തവിട് കൂടിയൊക്കെ ആ പ്രദേശം. അപ്പം മറ്റേ ഡിഗോ ഗാർഷ്യയിൽ ഈ ബോംബർ വിമാനങ്ങൾ പോയ അതിൻ്റെ അകത്തൊക്കെയുള്ള ബോംബുകൾ പോലെയൊക്കെ അതെ ഉള്ള സാധനങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. പേലോഡ് 100 കിലോ മുതൽ 1 ടൺ വരെ ഇതിൻ്റെ അകത്ത് വയ്ക്കാവുന്ന ആയുധങ്ങൾ. ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ, നമ്മുടെ നസറുള്ള ലബനോണിൽ തട്ടിയ സാധനങ്ങൾ 30,000 40,000 അടി ഉയരത്തിൽ നിന്ന് ഇവ താഴേക്ക് വിടാം. പിന്നെ വലിയ വേഗത്തിൽ ചെയ്യാം. വലിയ വേഗത്തിൽ ഇത് താഴെ പോകുമ്പോൾ യാത്രാപഥം തന്നെത്താനെ കൃത്യമാകും. ഇതിൻ്റെ ട്രജക്ടറി അത് തന്നെത്താനെ കൃത്യമാകും. 2ാം ലോക യുദ്ധകാലത്ത് ഇതിൻ്റെ തുടക്കമുണ്ടായിരുന്നു ഇത്തരം ബോംബുകളുടെ. ജർമ്മനിയുടെ ഫ്രിറ്റ്സ് എക്സ് എന്ന് പറയുന്നത് കപ്പലുകൾക്കെതിരെ ഉപയോഗിക്കുന്ന ഗ്ലൈഡഡ് ബോംബായിരുന്നു ആദ്യം ജർമ്മനി ഉപയോഗിച്ചത്. അമേരിക്കയുടെ ജോയിൻറ്റ് ഡയറക്റ്റ് അറ്റാക്ക് മ്യൂണിഷൻ JDAM പദ്ധതി 1990കളിൽ തുടങ്ങിയിരുന്നു. റഷ്യ, ചൈന, യൂറോപ്പിലെ വലിയ ശക്തികൾ അവർക്കൊക്കെ ഇതുണ്ട്, ഈ സംഭവം ഉണ്ട്. റഷ്യയുടെ നമുക്ക് ആരും തന്നിട്ടില്ല ഇതുവരെ, ഉണ്ടാക്കുമായിരുന്നു. റഷ്യ KB500, ചൈനയുടെ LS6 ഇതൊക്കെ ഈ വിഭാഗത്തിൽ പെടും. യുക്രൈനിൽ, മിഡിൽ ഈസ്റ്റിൽ ഒക്കെ ഇത് പരീക്ഷിച്ചിട്ടുണ്ട് പലരും. ഫ്രാൻസിൻ്റെ AASM ഹാമർ ഈ ഗ്ലൈഡഡ് ബോംബ് യുക്രൈനിൽ ദൗത്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ഇന്ത്യ ഗാസയിൽ പരീക്ഷിച്ചിട്ടുണ്ടാവോ? ഇസ്രായേലിനോട് നമ്മളിപ്പോഴാണല്ലോ ഇത് പരീക്ഷിച്ചത്. അല്ലേ, നമ്മളിപ്പോ പരീക്ഷിച്ചു. അടുത്തവണ ചോദിച്ചാൽ കൊടുക്കാം. അതിനു മുമ്പ് തന്നെ ടെസ്റ്റ് വേണേ അവിടെ നടത്തിക്കോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കറിയാം? നമുക്കറിയില്ല, അതറിയാൻ പറ്റില്ല. കാരണം ഇന്ദിരാഗാന്ധി ഉള്ള കാലത്ത് ഗോൾഡ മെയർ ഇസ്രയേലിൽ നിന്ന് 1971 പാകിസ്ഥാനെതിരെ ഉപയോഗിക്കാൻ നമുക്ക് ചില സംഗതിയൊക്കെ നയതന്ത്ര ബന്ധം ഇല്ലാതിരുന്ന കാലത്തും തന്നിട്ടുണ്ട്. സൈനിക രംഗത്ത് ഇന്ത്യ ആർജിക്കുന്ന കഴിവ്, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ സൂര്യ പ്രൊജക്റ്റിനെ കുറിച്ച് നമുക്കറിയായിരുന്നു. 300 കിലോ വാട്ട് വരെ ശേഷിയുള്ള ഈ ലേസർ ബീം അയക്കുക. നമ്മൾ ഈ സ്റ്റാർ വാർ സിനിമകളിൽ മാത്രമേ കണ്ടുള്ളൂ. ലേസർ ബീം അയച്ചിട്ട് അത് കൊണ്ട് ചെല്ലുന്ന സ്ഥലം തകറുക. വിമാനമാണെങ്കിൽ വിമാനം, കപ്പലാണെങ്കിൽ കപ്പൽ കത്തിപ്പോവുക. അത് അത്തരം സാധനങ്ങൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി പട്ടാളക്കാർക്ക് നമ്മൾ 3 കിലോ വാട്ട് വരെയുള്ള കൊടുത്തിട്ടുണ്ട്. ചെറിയ തോക്കുകൾ, ലേസർ തോക്കുകളാണ്, വെടിയുണ്ട വേണ്ട, ഒന്നും വേണ്ട. അതിൻ്റെ ഒരു ഡെവലപ്ഡ് സാധനമാണ് ട്രക്കിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന ഈ സാധനം. അത് നമ്മൾ പരീക്ഷിച്ചു. 300 കിലോ വാട്ടുള്ള സൂര്യ പ്രൊജക്ട് ഉടനെ വരാൻ പോവുകയാണ്. അപ്പം ലേസർ ആയുധങ്ങളുടെ ഗുണം, അതിന് ഈ പറഞ്ഞ പോലെ ചിലവ് വളരെ കുറവാണ്. ലേസർ ബീം ജനറേറ്റ് ചെയ്യാണല്ലോ, മിസൈൽ വേണ്ട. അപ്പോൾ യുദ്ധത്തിൻ്റെ രീതി മാറുകയാണ്. ലോകത്ത് അമേരിക്കയ്ക്കും UK-ക്കും ഒക്കെ മാത്രമുള്ളതാണ് ഈ ലേസർ ബീം ആയുധങ്ങൾ. അത് നമുക്കും ഉണ്ടാവുകയാണ്, നമ്മൾ സ്വയം ഉണ്ടാക്കുകയാണ്. നമ്മുടെ ഒരു ഈ സമയത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പ് ഈ നാറ്റോ രാജ്യങ്ങളിൽ 32 നാറ്റോ രാജ്യങ്ങൾ അമേരിക്കയുടെ മുകളിൽ കയറി നിന്നിട്ട് അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുക, ഈ വക പരിപാടികൾ. യൂറോപ്യൻ രാജ്യങ്ങൾ 2% പോലും GDP-യുടെ ഉപയോഗിച്ചിരുന്നില്ല ആയുധങ്ങൾ വാങ്ങാൻ. ഇപ്പൊ അവർ ഉപയോഗിക്കുന്നുണ്ട്. പോളണ്ട് വലിയ വാങ്ങേണ്ടി വന്നു. അമേരിക്ക ഉണ്ട്, എന്ത് വന്നാലും അമേരിക്ക നോക്കിക്കോളും എന്നുള്ള ധാരണയാണ്, വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പൊ തന്നെ വാങ്ങുന്നത് കൊണ്ട് ഇന്ത്യക്കും വലിയൊരു വിപണി തുറന്നിട്ടുണ്ട്. ഏതായാലും ഇത്തരം വാർത്തകൾ വളരെ സന്തോഷം നൽകുന്നതാണ്. ഒരു ദേശാഭിമാനി എന്ന നിലയിൽ, രാജ്യസ്നേഹി എന്ന നിലയിൽ നമ്മുടെ സൈന്യത്തിന് ലോകത്തിലെ ഏറ്റവും മികച്ച സൈനിക ശേഷിയുള്ള രാജ്യങ്ങൾക്കൊപ്പം കിടപിടിക്കാൻ പറ്റുന്ന അത്യാധുനികമായ ആയുധങ്ങൾ, അത് ഈ പറക്കുന്ന ബോംബുകളാണെങ്കിലും അല്ലെങ്കിൽ ലേസർ മിസൈലുകൾ എന്ന് പറയാം, മിസൈൽ എന്ന് പറയാൻ പറ്റില്ല അല്ലേ, ലേസർ ബീം ലേസർ ബീം ഉപയോഗിച്ചുള്ള വിമാനങ്ങളെയും കപ്പലുകളെയും സൈന്യങ്ങളെപ്പോലും തകർക്കാൻ കഴിയുന്ന ആയുധങ്ങളുമൊക്കെ നമ്മുടെ ആവനാഴിയിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. അത് ആയുധം വിറ്റ് നമുക്ക് ധാരാളം പണം കിട്ടുന്നുമുണ്ട്. ഇതൊക്കെ വികസിപ്പിക്കാൻ അതിൻ്റെയും ഗുണമാണ്. അതായത് നമുക്ക് നമ്മുടെ തേജസ് വിമാനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം എഞ്ചിൻസ് കിട്ടി, എഞ്ചിനുകൾ കിട്ടി. ബൈഡൻ പിടിച്ചു വെച്ചിരുന്നതാണ്. ട്രംപ് വന്നതോടെയാണ് ക്ലിയർ ആയത്. അതെ, ബൈഡൻ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നതാണ്. അത് നമുക്ക് കിട്ടിയതോടുകൂടി നമുക്ക് ഏതാണ്ട് അടുത്ത അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ഇത് 4.5 ജനറേഷനാണ് തേജസ്.
അങ്ങനെയുണ്ട്. അപ്പോൾ ഇവർക്ക് ചൈനയ്ക്കൊക്കെ ജെ സീരീസിലുള്ള 5th ജനറേഷൻ 5.5 വരെയൊക്കെ ആയി എന്ന് പറയുന്നു. പിന്നെ തുർക്കിയുടെ ബെറാക്ടർ ഡ്രോണുകൾ ഇപ്പൊ പല സ്ഥലത്തും ആളുകൾ വെടിവെച്ചിടുന്നുണ്ട്, ശത്രുക്കൾ. അപ്പൊ ആ ഡ്രോണുകൾ യുക്രൈനിൽ എഫക്റ്റീവ് ആയിരുന്നു എന്ന് തോന്നിയിട്ട് പല രാജ്യങ്ങളും അതിനുവേണ്ടി മറ്റേ ഓർഡറൊക്കെ കൊടുക്കാനൊക്കെ നിൽക്കുകയായിരുന്നു. ഇതിപ്പോ ആർക്കും വെടിവെച്ചിടാന്ന് വന്നു കഴിഞ്ഞപ്പോൾ ആ ഡ്രോണുകളുടെ ശക്തി കച്ചവടം പോവാണ്. ആ മേഖലയിലേക്കും കൂടി നമുക്ക് കയറാൻ പറ്റും. കാരണം നമ്മളും ഡ്രോണുകൾ വികസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ വലിയൊരു ആയുധ വിപണി ഇന്ത്യക്ക് കിട്ടുന്നുണ്ട്. ഇന്ത്യ ഒരു വലിയ ആയുധ വ്യാപാരിയായി മാറുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.